പ്രിയമുള്ള ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികളെ, 2020-21 അധ്യയന വർഷത്തിൽ +1 വിദ്യാർത്ഥികളായി താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ചെയ്തവരാണ് നിങ്ങൾ. ഈ നവംബർ 2-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് വിക്ടേഴ്സ് ചാനലിൽ ഓൺലൈനായിട്ട് ക്ലാസ് ആരംഭിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ചില പ്രധാനപ്പെട്ട പ്രാഥമികമായ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ, നിങ്ങളുമായി എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളടക്കം നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടാവും. നമുക്കറിയാം, ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇതുപോലെ നേരിട്ട് നിങ്ങളുമായി സംസാരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്. സാധാരണഗതിയിൽ +1 അഡ്മിഷൻ കഴിഞ്ഞാൽ മുഴുവൻ വിദ്യാർത്ഥികളെയും സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് കുട്ടികളെ മുഴുവൻ ഇരുത്തി ഏകദേശം ഒരു 1.5-2 മണിക്കൂർ സ്കൂളുമായി ബന്ധപ്പെട്ട, സ്കൂളിൻ്റെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട്, അച്ചടക്കവുമായി ബന്ധപ്പെട്ട്, അക്കാഡമിക് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു സെഷൻ നടത്താറുണ്ട്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ അത് സാധ്യമല്ലല്ലോ. എപ്പോഴാണോ നേരിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്, സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത്, ആ സമയത്ത് മറ്റു കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇപ്പോൾ വളരെ അടിസ്ഥാനപരമായി നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൾറെഡി ഓൺലൈൻ ക്ലാസ്സുകൾ വിക്ടേഴ്സ് ചാനലിൽ നടത്തുന്നുണ്ട്. നവംബർ 2-ാം തീയതി തൊട്ട് നിങ്ങൾക്കും ആരംഭിക്കാം, രാവിലെ 9:30 തൊട്ട് 10:30 വരെ. പക്ഷേ ആ ക്ലാസ് നേരിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതിന് മുൻപ് സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ചില അടിസ്ഥാന വിവരങ്ങളുണ്ട്. അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഹയർ സെക്കൻഡറി കോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം 2 വർഷം ചേർന്നതാണ്. +1, +2. നിങ്ങൾ +1-ലേക്കാണ് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. +1-ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 6 പേപ്പറുകളാണ്. ഈ 6 പേപ്പറുകൾ സയൻസുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും വ്യത്യസ്തമായിരിക്കും. ഈ 6 പേപ്പറിൽ നിങ്ങളുടെ ടോട്ടൽ മാർക്കുകളും നിങ്ങൾക്ക് കിട്ടുന്ന സ്കോറുകളുടെ അതിന്റെ മാനദണ്ഡവും ഒന്ന് പരിചയപ്പെടുത്താം. എല്ലാവർക്കും പൊതുവായിട്ടുള്ളതാണ് ഫസ്റ്റ് പേപ്പർ. സയൻസുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും കോമേഴ്സുകാർക്കും എല്ലാവർക്കും ഉള്ളതാണ് ആദ്യത്തെ പേപ്പർ. അത് പിന്നെ എല്ലാ ഗ്രൂപ്പുകാർക്കും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്കാർക്കും, IHLDക്കാർക്കും, അതുപോലെ തന്നെ ആർട്ട് മേഖലയിലൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇതൊരു പൊതു പേപ്പറാണ്. ഫസ്റ്റ് പേപ്പർ അത് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. നിങ്ങൾക്ക് 6 പേപ്പറുകളും 1-ാം വർഷം 100 മാർക്കിനാണ് ടോട്ടൽ വരുന്നത്. ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് 80 മാർക്കിന് എഴുത്ത് പരീക്ഷയാണ്. 80 മാർക്കിന് 20 മാർക്ക് നിങ്ങൾക്കറിയാം. 10-ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ CC കണ്ടിന്യൂസ് ഇവാലുവേഷൻ CE മാർക്ക്, അതാണ് 20 മാർക്കിന്. അത് രണ്ടും പാടെ ചേർന്നത് ഫസ്റ്റ് ഇയർ 100ആണ്. ഇവിടെ ഇംഗ്ലീഷ് പരിചയപ്പെടുത്തി തരുമ്പോൾ എല്ലാവർക്കും പൊതുവായ ഒരു പേപ്പർ ആയതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ എടുക്കുന്നത്. എഴുത്തു പരീക്ഷയും CEയും പാടെ കൂട്ടിയിട്ടാണ് 100 ആദ്യ വർഷം. ഈ 100-ൽ 35% മാർക്ക് ജയിക്കാൻ വേണം. 35%. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 80 എന്ന് പറയുന്ന എഴുത്തു പരീക്ഷയിൽ മാത്രം കുട്ടിക്ക് 24 എന്ന സ്കോറെങ്കിലും കിട്ടിയിരിക്കണം.
ഒന്നാം വർഷത്തിൽ അടിസ്ഥാനപരമായി ജയവും പരാജയവുമൊന്നുമില്ല, ഒരു സ്കോർ വാങ്ങലാണ്. പക്ഷെ 80-ൽ 24 മാർക്ക് വാങ്ങിയിരിക്കണം കുട്ടി ജയിക്കാൻ. ടോട്ടൽ 35 കിട്ടിയാൽ പോരാ. എന്നാൽ SSLCക്ക് നിങ്ങൾക്ക് അതായിരുന്നില്ല. SSLCക്ക് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടിയാൽ മതി. ഇവിടെ എഴുത്ത് പരീക്ഷയിൽ മാത്രം 80-ൽ നിങ്ങൾ 24 മാർക്ക് വാങ്ങണം. ഞാനൊരു ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞുതരാം. സപ്പോസ് ഒരു കുട്ടിക്ക് ഒന്നാം വർഷം, ഇപ്പൊ നിങ്ങൾ ഒന്നാം വർഷത്തിലാണല്ലോ, കോവിഡിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ എപ്പോഴാണോ കൊല്ല പരീക്ഷ നടക്കുക, ആ സമയത്ത് 80-ൽ ഒരു കുട്ടിക്ക് 18 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. 18, 20 മാർക്ക് നിങ്ങൾക്ക് അധ്യാപകർ നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തി സ്കൂൾ തലത്തിൽ നിങ്ങളുടെ അക്കാദമിക് പ്രവർത്തനങ്ങളൊക്കെ നിരന്തരമായ മൂല്യനിർണ്ണയം നടത്തിയിട്ട് തരുന്നതാണ് 20. മിക്കവാറും നിങ്ങൾക്ക് ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ ഒരു 20 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഇവിടെ 20-ഉം 18-ഉം 38 കിട്ടി നിങ്ങൾക്ക്. നോക്കൂ, ഇവിടെ 18 80-ലും വാങ്ങി, 20-ൽ 20 നിങ്ങൾക്ക് കിട്ടി. 100-ൽ 35 മാർക്ക് ജയിക്കാമെന്നാണ് മാഷ് പറഞ്ഞത്. ഇവിടെ കുട്ടി സാങ്കേതികമായി ജയിച്ചിട്ടില്ല. കാരണം 24 മിനിമം ഇവിടെ വാങ്ങണം. 24 മാർക്ക് എഴുത്തു പരീക്ഷയിൽ തന്നെ കിട്ടണം. സിയിൽ 1 വേണ്ടില്ല, 20 വേണ്ടില്ല, നോ പ്രോബ്ലം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാം വർഷം 80 മാർക്കിന് എഴുത്തു പരീക്ഷയും 20 മാർക്കിന് സിഇ. ഈ മാർക്ക് നിങ്ങൾ നേടി നേരെ ഈ മാർക്ക് രണ്ടാം കൊല്ലത്തിലേക്ക് പോവാണ്. ഒന്നാം കൊല്ലം ജയപരാജയങ്ങളില്ല. ഇവിടെ 80 മാർക്ക് ഒന്നാം കൊല്ലമുണ്ട്, രണ്ടാം കൊല്ലവും ഉണ്ട് 80 മാർക്ക്. രണ്ടാം കൊല്ലവും ഒരു 100 മാർക്കിലാണ്. ഈ 80-ൽ വീണ്ടും കുട്ടി പരീക്ഷ നടത്തി. ഇതിലും ഒരു സ്കോർ കുട്ടിക്ക് വാങ്ങും. രണ്ടാം കൊല്ലം 20 മാർക്ക് സിഇക്കുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒന്നാം വർഷം 80 മാർക്കിനും എഴുത്ത്, രണ്ടാം വർഷം 80 മാർക്കിനും എഴുത്ത്. ടോട്ടൽ എഴുത്ത് 160-ലാണ്. 80-ഉം 80-ഉം 160-ലാണ്. ഇവിടെ 24 മാർക്ക് വേണം, ഈ 80-ലും 24 മാർക്ക് വേണം, ഈ 80-ലും 24 മാർക്ക് വേണം. 48 മാർക്ക് കുട്ടിക്ക് വേണം. ഒന്നുകൂടി പറയുന്നു, ഒന്നാം കൊല്ലം ഉള്ള സ്കോർ രണ്ടാം കൊല്ലത്തിലേക്ക് ക്യാരി ഓവർ ചെയ്യാണ്. അതുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഒന്നാം കൊല്ലം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഫുൾ A+ ഒക്കെ വാങ്ങുന്നതിന് ചെറിയ ഒരു വിലങ്ങ് തടിയായി നിൽക്കുന്നത് ഇതാണ്. ഒന്നാം കൊല്ലത്തിൽ അവർക്കുള്ള സ്റ്റാർട്ടിംഗ് ട്രബിളോ മറ്റെന്തെങ്കിലുമൊക്കെയോ കാരണമായി നമ്മുടെ ഒന്നാം കൊല്ലം നിങ്ങൾ ഒന്ന് കമ്മിപ്പോയാൽ, ഒന്ന് ഡൗൺ ആയി പോയാൽ നിങ്ങൾക്ക് ഇവിടെ മേക്കപ്പ് ചെയ്യാൻ പിന്നെ കഴിയണമെന്നില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. 24-ഉം ഈ 80-ൽ 24-ഉം 48-ആണ് കിട്ടേണ്ടത്. രണ്ടാം കൊല്ലമാണ് നോക്കുക. ഒന്നാം കൊല്ലം ജയവും പരാജയവും പറയണ്ട. ഇനി ഒന്നാം കൊല്ലം ഒരു കുട്ടിക്ക് 80-ൽ 1 കിട്ടിയതായിരിക്കാം, ജസ്റ്റ് 1, നോ സ്കോർ. പക്ഷെ എന്നാലും സപ്പോസ് 1 മാർക്കാണ് കുട്ടിക്ക് 80 കിട്ടിയത് ഇംഗ്ലീഷിൽ. ആ കുട്ടി തോറ്റു എന്ന് ഒന്നാം വർഷം നമുക്ക് പറയാൻ കഴിയില്ല. ആ 1 മാർക്ക് സെക്കൻഡ് ഇയറിലേക്ക് പോകും. ഇവിടെ കുട്ടി ഈ രണ്ടാം കൊല്ലത്തെ 80-ൽ 47 വാങ്ങിയെന്ന് വിചാരിക്കുക. 47-ഉം ഈ 1-ഉം 48 കിട്ടി, കുട്ടി ജയിച്ചു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒന്നാം വർഷം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജയിച്ചോ തോറ്റോ എന്ന് പ്രസക്തമല്ല. ഫസ്റ്റ് ഇയറിന് ഒരു സ്കോർ കിട്ടല. ഇനി ഈ പറഞ്ഞതിന്റെ ഒരു മറുവശം കൂടിയുണ്ട്. ഒന്നാമത്തെ വർഷം ഇംഗ്ലീഷിന് എഴുത്ത് 80-ലാണെന്ന് പറഞ്ഞല്ലോ. ഈ 80-ൽ കുട്ടി 50 മാർക്ക് വാങ്ങിയിട്ടാണ് ഫസ്റ്റ് തന്നെ വാങ്ങാലോ. 80-ൽ 50-ഓ 48-ഓ വാങ്ങി കുട്ടി ആദ്യത്തെ ഒന്നാം വർഷം തന്നെ 80-ൽ 50 മാർക്ക് കുട്ടിക്ക് കിട്ടി.
നമുക്ക് ഒരു കാര്യം നമുക്കറിയാം, 160ൽ 48 മതി. ഈ 48 നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കുട്ടി ആൾറെഡി സേഫ് സോണിലാണ്. ഈ 50 വാങ്ങിയാൽ ഓക്കെ, 50 സെക്കൻഡ് ഇയറിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഇവിടെ കുട്ടി ഈ 80 മാർക്കിൽ, സെക്കൻഡ് ഇയറിന്റെ 80 മാർക്കിൽ കുട്ടി അറ്റൻഡ് ചെയ്താൽ മതി, കുട്ടി പ്രസന്റ് ആയാൽ മതി. ഒരു മാർക്ക് കിട്ടിയതിലും കുഴപ്പമില്ല. കാരണം എന്താണ്? 50 മാർക്ക് ആദ്യമേ വാങ്ങിയിട്ടുണ്ട്. 160ൽ 48 മതി ജയിക്കാൻ. ഇത് പരിചയപ്പെടുത്തുന്നത് കുറെ പ്ലാൻഡായി കാര്യങ്ങൾ അറിഞ്ഞ് പരീക്ഷയെ സമീപിക്കുക, അതോടൊപ്പം പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ഇത് ഇത് എല്ലാ വിദ്യാർത്ഥിക്കും ബാധകമാണ്. ജനറൽ പേപ്പറാണ് ഫസ്റ്റ് പേപ്പർ. ഇത് തന്നെയാണ് അടുത്ത പേപ്പർ. ഇത് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് ഇത് 4 ഉണ്ട്. നമ്മുടെ സ്കൂളിൽ 4 ഉണ്ട്. അടുത്ത കാലത്തൊക്കെ തുടങ്ങിയ പല സ്കൂളുകളിലും 2 ഉള്ളൂ. നമുക്ക് അറിയാം, മലയാളം, ഹിന്ദി, ഉറുദു, അറബിക്. നിങ്ങൾ ഈ 4ൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തവരാണ്. അഡ്മിഷൻ സമയത്ത് നിങ്ങൾ അഡ്മിഷൻ ഡെസ്കിൽ അത് പറഞ്ഞിട്ടുണ്ടാവും, ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ സെക്കൻഡ് ലാംഗ്വേജിൽ കുട്ടിക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും. ഇപ്പൊ ഉദാഹരണം മലയാളത്തിന്റെ മാർക്കും ഇപ്പൊ ഈ ഇംഗ്ലീഷിന്റെ പറഞ്ഞതുപോലെ തന്നെയാണ്. 80ൽ എഴുത്ത് 20 മാർക്ക് മലയാളത്തിന്റെ അധ്യാപകൻ നിങ്ങൾക്ക് CE മാർക്ക് തരും. അങ്ങനെ 100ലാണ് ഒന്നാം കൊല്ലം. രണ്ടാം കൊല്ലവും 80 മാർക്ക് സെക്കൻഡ് ഇയറിൽ മലയാളം പഠിച്ചെടുക്കും, 20 മാർക്ക് CE, ഇവിടെയും 100. 160ൽ എഴുത്ത്, 40 മാർക്ക് CE. CEയിൽ നിങ്ങൾ ജയവും പരാജയമൊന്നുമില്ല, ഒരു സ്കോർ ഉണ്ടാവും. അപ്പോ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജിൽ നിങ്ങൾ ഏതാണോ എടുത്തിട്ടുള്ളത് അതും ഇതേ നിയമമാണ്. ഇനി ഇതെല്ലാവർക്കും കോമൺ ആണ്. ഇനി വ്യത്യാസം വരുന്നത് സയൻസ് കുട്ടികൾക്ക് പഠിക്കാനുള്ള പേപ്പർ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്. ഈ 4 പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. സയൻസിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള 4 പേപ്പർ. സ്വാഭാവികമായും ഫിസിക്സിനും കെമിസ്ട്രിക്കും ബയോളജിക്കും മാത്തമാറ്റിക്സിനും നിങ്ങളുടെ 4 ഓപ്ഷണൽ പേപ്പേഴ്സിനും പ്രാക്ടിക്കൽ ഉണ്ട്. പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളാണ് സയൻസുകാർക്ക് 4 പേപ്പർ. ഇനി ഈ പ്രാക്ടിക്കലുള്ള വിഷയങ്ങളുടെ മാർക്ക് കൂടി നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ഉദാഹരണം ഫിസിക്സിന്റെ മാർക്ക് എഴുത്ത് പരീക്ഷ 60 മാർക്കിലാണ്, 60ലാണ്. 20 മാർക്ക് CEക്ക് തന്നെയാണ്, 20. ബാക്കി ഒരു 20 ഇവിടെ ഉണ്ട്, 100 വരണല്ലോ. അത് നിങ്ങൾക്ക് പ്രാക്ടിക്കലാണ്, ഫിസിക്സിന്റെ പ്രാക്ടിക്കലാണ്. പക്ഷേ 1ാം വർഷത്തിൽ പ്രാക്ടിക്കലിന് പരീക്ഷ നടക്കൂല. സെക്കൻഡ് ഇയറിലും 60 മാർക്കിലാണ് എഴുത്ത് പരീക്ഷ ഫിസിക്സിന്. അവിടെയും 20 മാർക്ക് സെക്കൻഡ് ഇയറിലെ നിങ്ങളുടെ പെർഫോമൻസും മറ്റും നോക്കിയിട്ട് ഫിസിക്സിന്റെ ടീച്ചർ തരും. ഇവിടെയും ഉണ്ട് 20 പ്രാക്ടിക്കൽ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇയറിന്റെ 20 മാർക്കിന്റെ പ്രാക്ടിക്കലും സെക്കൻഡ് ഇയറിന്റെ 20 മാർക്കിന്റെ പ്രാക്ടിക്കലും കൂടി ഒന്നിച്ചാണ് സെക്കൻഡ് ഇയറിലാണ് നടക്കുക. ഇനി നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, നേരത്തെ നമ്മൾ ഈ ഇംഗ്ലീഷിന്റെ കാര്യം പറഞ്ഞല്ലോ. എഴുത്ത് പരീക്ഷയിൽ 24 മാർക്ക് ഫസ്റ്റ് ഇയറിനും 24 മാർക്ക് സെക്കൻഡ് ഇയറിനും വെച്ച് 48 കിട്ടിയെങ്കിലേ ജയിക്കുള്ളൂ. ഇതേ കാര്യം പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്കും ബാധകമാണ്. എഴുത്ത് പരീക്ഷയിൽ മിനിമം 60ലാണല്ലോ എഴുത്ത്, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് 80ലാണ്. അതിൽ നിങ്ങൾക്ക് 24 മാർക്ക് പാസ് മാർക്ക് വേണം എന്ന് പറഞ്ഞു. 60ൽ 18 വേണം. സെക്കൻഡ് ഇയറിലെ 60ലും 18, 18ഉം 36, 120. ഫസ്റ്റ് ഇയറിലെ 60 മാർക്ക് എഴുത്ത്, സെക്കൻഡ് ഇയറിലെ 60 മാർക്ക് എഴുത്ത്, 120ൽ 36 കിട്ടണം. ഇത് പ്രാക്ടിക്കലുള്ള എല്ലാ വിഷയങ്ങൾക്കും ബാധകമാണ്.
എല്ലാ വിഷയങ്ങൾക്കും എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങൾക്ക് 60-ലാണ് എഴുത്ത്. അവർക്ക് 20 മാർക്ക് സിഇയും 20 മാർക്ക് പ്രാക്ടിക്കലുമാണ്. അതിൽ 18 വീതം കിട്ടിയിരുന്നു. അപ്പൊ കുറച്ച് സ്കോറുകൾ കിട്ടുമ്പോഴേക്ക് ഞാൻ ജയിച്ചോ തോറ്റോ അല്ലെങ്കിൽ സേഫ് സോണിലാണോ, അപകടം ഉണ്ടോ, ഞാൻ ഇംപ്രൂവ് ചെയ്ത് നിൽക്കേണ്ടതുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൂടിയാണ് ഈ ഒരു വിവരണം തരുന്നത്. ഇനി ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയല്ലോ, ഫിസിക്സും അതുപോലെ തന്നെ കെമിസ്ട്രിയും ബയോളജിയും മാത്തമാറ്റിക്സും. ഇതാണ് 4 നിങ്ങളുടെ മെയിൻ പേപ്പേഴ്സ്. സയൻസ് പഠിക്കുന്ന കുട്ടിക്ക് ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജും അത് കഴിഞ്ഞാൽ വരുന്ന പ്രധാന പേപ്പർ 4 നിങ്ങളുടെ ഫർദർ സ്റ്റഡീസിനെ ഒക്കെ നന്നായി സ്വാധീനിക്കുന്നത് ഈ 4 പേപ്പേഴ്സാണ്. സയൻസുകാർക്ക് 4 വിഷയത്തിനും പ്രാക്ടിക്കലുണ്ട്. ഇനി ഹ്യൂമാനിറ്റീസിലെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ, സെക്കൻഡ് ലാംഗ്വേജ് 4 വിഷയത്തിൽ ഏതെങ്കിലും ഒന്ന്. ഇനി അവരുടെ പ്രധാന 4 പേപ്പറുകൾ ഏതാണ്? അത് ഒന്ന് ഹിസ്റ്ററി, മറ്റൊന്ന് സോഷ്യോളജി, എക്കണോമിക്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ്. ഈ 4 ഹ്യൂമാനിറ്റീസുകാരുടെ പ്രധാനപ്പെട്ട 4 പേപ്പർ. ഹിസ്റ്ററി, സോഷ്യോളജി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്. ഹ്യൂമാനിറ്റീസ് കുട്ടികൾ ഒരു പക്ഷേ ട്യൂഷനൊന്നും ചേരാത്തത് കൊണ്ട് ഇതുവരെ ഏതൊക്കെ വിഷയങ്ങളാണ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് പോലും ഒരുപക്ഷെ അറിഞ്ഞിരിക്കില്ല. 4 പേപ്പറിൽ ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ 4 സെക്കൻഡ് ലാംഗ്വേജിൽ ഏതെങ്കിലും ഒരെണ്ണം. ഇതാണ് നിങ്ങളുടെ 4 പേപ്പേഴ്സ്. ഇനി ഇവർക്ക് ഹ്യൂമാനിറ്റീസുകാർക്ക് നമ്മുടെ സ്കൂളിലുള്ള പഠിക്കുന്ന ഹ്യൂമാനിറ്റീസുകാർക്ക് ഒരു വിഷയത്തിലും പ്രാക്ടിക്കൽ ഇല്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ 4 പേപ്പറിന്റെയും എഴുത്ത് 80 മാർക്കിനും സിഇ 20 മാർക്കിനും തന്നെയാണ്. എഴുത്ത് പരീക്ഷ മാത്രമേ ഉള്ളൂ, പ്രാക്ടിക്കല് ഇല്ല. ഇനി കൊമേഴ്സുകാർക്ക് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് അവരുടെ പ്രധാനപ്പെട്ട 4 പേപ്പർ എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ് അല്ല, അത് വേറെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, അതുപോലെ തന്നെ എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി. ഈ 4 പേപ്പറാണ് കൊമേഴ്സുകാരുടെ പ്രധാനപ്പെട്ട 4 പേപ്പർ. ഇതില് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പ്രാക്ടിക്കൽ ഉണ്ട്, അക്കൗണ്ടൻസിക്കും പ്രാക്ടിക്കൽ ഉണ്ട്. 4 പ്രധാന പേപ്പറിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് പ്രാക്ടിക്കൽ ഉണ്ട്. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ എഴുത്ത് പരീക്ഷ 60 മാർക്കിനാണ്. അക്കൗണ്ടൻസിയുടെയും എഴുത്ത് 60-നാണ്. 60-ൽ 18 മാർക്ക് ജയിക്കാൻ പോവാണ്. ഇത് നിങ്ങളുടെ പേപ്പറുകളെ പരിചയപ്പെടുത്തിയത്. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോ 10ാം ക്ലാസ്സിലെ റിസൾട്ട് കഴിഞ്ഞിട്ടാണ് ഇവിടെ നിങ്ങൾ എത്തിയിട്ടുള്ളത്. നമുക്കറിയാലോ, നമ്മുടെ പ്രദേശത്ത് ഏറ്റവും ഡിമാൻഡുള്ള ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂൾ. നമ്മുടെയൊക്കെ സയൻസിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ കൊതിച്ച് നടക്കുന്ന കുട്ടികളുണ്ട്. നിങ്ങൾക്കത് അറിയുമെന്നറിയില്ല. ഏകദേശം 17ഓളം കുട്ടികൾ നമ്മുടെ കരിങ്കലത്താണി ബോർഡറിന്റെ അപ്പുറത്തായതിന്റെ പേരിൽ ഫുൾ A+ ഉണ്ടായിട്ട് പോലും ഇവിടെ സയൻസിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ ഈ സ്കൂളിൽ പഠിച്ച, ഞാൻ അതാ പറയുന്നത്, ഈ സ്കൂളിൽ പഠിക്കണം. സെയിം സ്കൂളിന് പോയിന്റ് ഉണ്ട്. നിങ്ങൾ രക്ഷിതാക്കളും കുട്ടികളും തിരിച്ചറിയേണ്ട ഒരു കാര്യം, എന്റെ അത്ര ഗ്രേഡ് ഇല്ലാത്തവർ ഇതിനകത്ത് കയറി റാങ്ക് ലിസ്റ്റിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. അല്ല, ഈ സ്കൂളിൽ പഠിച്ചവർക്ക് ഇവിടെ ബോണസ് 2 പോയിന്റ് കിട്ടൂ. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവിടെ തന്നെ പഠിക്കാനാണ്. 5 മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ 11ഉം 12ലേക്കും മാത്രം വന്നാൽ മതിയോ? പോരല്ലോ. അപ്പൊ ഈ സ്കൂളിൽ കുട്ടികൾ പഠിക്കണം, സെയിം സ്കൂളിന്റെ പോയിന്റ് നേടണം. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. മറ്റൊന്ന്,
നിങ്ങളിൽ പലരും ഫുൾ A+ വാങ്ങിയവരുണ്ട്, 4 വാങ്ങിയവരുണ്ട്, 3 വാങ്ങിയവരുണ്ട്. അതൊന്നും ഇവിടുത്തെ മാനദണ്ഡമല്ല. അതൊരു മാനദണ്ഡമല്ല. ആ മാനദണ്ഡം എന്ന് പറയുന്നത് അഡ്മിഷൻ പ്രോസസ്സിൽ പരിഗണിച്ചു കഴിഞ്ഞു. ഇവിടെ ക്ലാസ്സിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തുല്യരാണ്. ഇവിടെ അങ്ങോട്ട് നോക്കണം നിങ്ങളുടെ മികവ് കാണിക്കാൻ. അവിടെ പഠിച്ച ഭൗതിക ശാസ്ത്രം അല്ല ഇവിടെ ഫിസിക്സ്. അവിടെ പഠിച്ച കണക്കല്ല ഇവിടുത്തെ മാത്തമാറ്റിക്സ്. നല്ല അന്തരമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. പൊതുവെ അക്കാഡമീഷ്യൻസിന്റെ ഇടയിലും അധ്യാപകരുടെ ഇടയിലൊക്കെ ഒരു സംസാരം തന്നെയുണ്ട്. +2 സയൻസിന്റെ ഒക്കെ സിലബസിന്റെ കട്ടിയും കാഠിന്യവും അത് കുറച്ച് കൂടുതലാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഓൾ ഇന്ത്യ ലെവല് എൻട്രൻസും മറ്റുമൊക്കെ നമുക്ക് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ ഇതല്ലാതെ തരമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, 1-ാം കൊല്ലത്തിലാണ് മിക്ക കുട്ടികൾക്കും കാലിടറുന്നത്. 10-17 കൊല്ലം ഞങ്ങൾ അധ്യാപകർ ഇത് നിരീക്ഷിക്കുകയാണ്. ഓരോ വർഷത്തെയും അഡ്മിഷന്റെ ഡാറ്റ ഞങ്ങൾക്ക് ഒരളവ് പോലാണ്. അത് ഞങ്ങൾക്കൊരു ചുണ്ടുപലകയാണ്. അവിടെ നിന്ന് മനസ്സിലായ കാര്യം, ഫസ്റ്റ് ഇയറിലാണ് മിക്കപ്പോഴും പോകുന്നത്. ഒന്നുകിൽ സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒക്കെ ആയിരിക്കാം. ഈ പെട്ടെന്നുള്ള മാറ്റം, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ സ്വാഭാവികമാണ്. വലിയൊരു മാറ്റം വരുന്നുണ്ട് ഇവിടെ. എന്നാൽ ഇതേ കുട്ടികൾ 1-ാം കൊല്ലം ഒരു ചെറിയ ലാഗ് കാണിച്ച കുട്ടികൾ 2-ാം കൊല്ലം സ്കോർ ചെയ്യുന്നതിൽ ഒരു പ്രയാസം അവർക്ക് വരുന്നില്ല. മറ്റൊരു കാര്യം ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വിട്ടുപോയതാണ്. അതായത് 1-ാം കൊല്ലം 100-ൽ പരീക്ഷ, 2-ാം കൊല്ലം. ഇനി 1-ാം കൊല്ലം കഴിഞ്ഞ് 2-ാം കൊല്ലം പരീക്ഷയ്ക്ക് മുൻപ് നിങ്ങൾക്കൊരു ഇംപ്രൂവ്മെന്റ് ചാൻസ് ഉണ്ട്. ഞാനത് നേരത്തെ വിട്ടുപോയി. ഒരു ഇംപ്രൂവ്മെന്റ് ചാൻസ് ഉണ്ട്. അതായത് 1-ാം കൊല്ലത്തിൽ നിങ്ങൾക്ക് 6 പേപ്പർ അല്ലേ? ഈ 6 പേപ്പറിൽ ഏതെങ്കിലും 3 പേപ്പർ 1-ാം കൊല്ലത്തത് 2-ാം കൊല്ലത്തേക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാം. ഒന്നുകൂടി എഴുതാം. അപ്പൊ ഈ ഒന്നും കൂടി എഴുതിയാൽ മാഷെ, ഞാൻ ആദ്യം 1-ാം കൊല്ലം ഇംഗ്ലീഷിൽ എഴുതിയപ്പോ 80-ൽ 49 കിട്ടി. ഇനി 2-ാം കൊല്ലത്തേക്ക് എത്തിയിട്ട് 2-ാം കൊല്ലത്തും കൂടിയും പഠിച്ചിരിക്കുന്നു. അത് കുറച്ച് മറക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിന്റെ മാർക്ക് ഇനി എഴുതിയാൽ കുറയോ എന്ന് കരുതണ്ട. കുറഞ്ഞാലും പ്രശ്നമല്ല. ഏറ്റവും ഉയർന്ന സ്കോർ ഏതാണോ, ആദ്യം എഴുതിയതാണോ അതോ 2ാമത് എഴുതിയതാണോ, അതിൽ ഏറ്റവും ഉയർന്ന സ്കോർ ഏതാണോ അത് നിലനിൽക്കും. അത് കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ചിന്തിക്കുക, 1-ാം കൊല്ലത്തെ പെർഫോമൻസ് 1-ാം കൊല്ലം തന്നെ കാണിക്കണം. അത് 2-ാം കൊല്ലത്ത് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ അറിയോ, 2-ാം കൊല്ലം 2-ാം കൊല്ലത്തെ ടോപ്പിക്കുകൾ എടുത്തു കഴിഞ്ഞു. സെക്കൻഡ് ഇയറിന്റെ പാഠങ്ങളൊക്കെ പഠിക്കാണ്ട് അതിനടക്കാണ് നിങ്ങൾ കവാറ് വീട്ടാൻ, പഴയത് വീട്ടാൻ അവിടേക്ക് മടങ്ങി പോകുന്നത്. അതും ഇവിടുത്തെ തെച്ച് വിട്ടിട്ടുണ്ടാവും. അപ്പൊ വെറുതെ മെനക്കെടണ്ട. ഞങ്ങളത് നോക്കിയിട്ടുണ്ട്. 1-ാം കൊല്ലം എഴുതിയ കുട്ടികൾ 2-ാം കൊല്ലത്തിലേക്ക് മാറി അവരുടെ ഏതെങ്കിലും 3 പേപ്പർ ഇംപ്രൂവ്മെന്റ് ചെയ്യുമ്പോ, ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ആ വ്യത്യാസം, ആ വാക്കിന്റെ ഇംപ്രൂവ്മെന്റ് ആണല്ലോ. നേരത്തെ നോക്കിയതിനേക്കാൾ ഒന്നുകൂടി നന്നായിട്ട് നോക്കണമല്ലോ. ഞാൻ ഈ മേശ ഒന്ന് പൊക്കാൻ നോക്കുകയാണ്, എനിക്ക് തോന്നുന്നില്ല, പൊക്കാൻ പറ്റുന്നില്ല. ഈ 2ാമത്തെ ശ്രമം ഞാൻ നടത്തുകയാണ്. അപ്പൊ സ്വാഭാവികമായും എനിക്കറിയാം ആദ്യത്തെ പവറിൽ പൊങ്ങിയിട്ടില്ല. 2ാമത്തെ എന്റെ ശ്രമം അതിനേക്കാൾ പവർഫുൾ ആയിരിക്കണം, എങ്കിലേ പൊന്തു. ഇത് തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം 2-ാം കൊല്ലം പഠിക്കുമ്പോൾ 1-ാം കൊല്ലം ഇംപ്രൂവ് ചെയ്യുന്നത്. ഞങ്ങൾ നോക്കിയ സ്റ്റാറ്റസ് നോക്കുമ്പോഴേ, ഡാറ്റ നോക്കുമ്പോഴേ തുച്ഛമാണ് മാർക്ക് വർദ്ധിക്കുന്നത്. വെറുതെ ഒരു ഫാഷനായിട്ട് എല്ലാവരും ഇംപ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്ന രീതിയാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മാക്സിമം നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തന്നെയാണ് സ്കോർ ചെയ്യേണ്ടത്. ഞങ്ങളുടെ പല കുട്ടികൾക്കും ഈ വർഷം റിസൾട്ട് നിങ്ങൾക്കറിയാലോ, മികച്ച റിസൾട്ടാണ് നമുക്ക് സമീപ പ്രദേശം. 37 കുട്ടികൾക്കാണ് നമുക്ക് ഫുൾ A+. 37 കുട്ടികൾക്ക്. പല കുട്ടികൾക്കും ഫുൾ A+ നഷ്ടപ്പെട്ടത് അവരുടെ 1-ാം കൊല്ലത്തിൽ അവർ സ്കോർ ചെയ്യാൻ വിട്ടുപോയതാണ്. ഈ അനുഭവത്തിന്റെ പേരിലാണ് ഞങ്ങൾ കൃത്യമായി സൂചിപ്പിക്കുന്നത്, 1-ാം കൊല്ലം മരിച്ചു പഠിക്കണം. സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾക്ക് അതിന് പറ്റിയ ഒരു മാറ്റം സ്വാഭാവികമായും ഗ്രാജുവലായും വരും. നിങ്ങൾ മെച്ചുവേർഡ് ആവും.
നിങ്ങൾ സെക്കൻഡ് ഇയർ ലെവലിൽ എത്തുമ്പോൾ ആ കാലത്ത് കാണിക്കേണ്ട പെർഫോമൻസ് കൃത്യമായി നിങ്ങൾ കാണിക്കുന്നുണ്ട്. എന്നാൽ മിക്ക കുട്ടികളും വളരെ പ്രയാസപ്പെടുന്നതും ഖേദിക്കേണ്ടി വരുന്നതും ഫസ്റ്റ് ഇയറിൽ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണ്. അത് ബുദ്ധിയുള്ള ഒരു സൂചന മതിയാവും എന്ന ഒരു അർത്ഥവാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. ഫസ്റ്റ് ഇയർ നന്നായിട്ട് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തില് സൂചിപ്പിച്ചു, 2-ാം തീയതി നിങ്ങൾക്ക് 9:30 മുതൽ 10:30 വരെ ഓൺലൈൻ ക്ലാസിന്റെ ആരംഭം. ഒരു പുതിയ അധ്യയന വർഷം തുടങ്ങുക. നിർഭാഗ്യവശാൽ ഒരു ഓപ്പണിംഗ് ഡേ സ്കൂളിൽ സംഘടിപ്പിക്കാനോ അധ്യാപകരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനോ സ്കൂളിന്റെ അന്തരീക്ഷവും ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള അക്കാഡമിക അച്ചടക്ക കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇവിടെ 1 മണിക്കൂറാണ് നിങ്ങൾ 2-ാം തീയതി തൊട്ട് ഉപയോഗിക്കേണ്ടത്. ഇതുവരെയും നിങ്ങൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ധാരാളം സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കൃത്യം 9:30 മുൻപ് ഫ്രഷായി ഒരു ക്ലാസ് കേൾക്കുന്ന മൂഡിൽ നിങ്ങൾ ടിവിയുടെയോ സ്മാർട്ട് ഫോണിന്റെയോ കമ്പ്യൂട്ടറിന്റെയോ മുന്നിൽ പുസ്തകവും നോട്ട്ബുക്ക് എടുത്ത് ക്ലാസ് കേൾക്കുന്ന ഗൗരവത്തോടുകൂടി, വീട്ടിലെ മറ്റംഗങ്ങളോ കുട്ടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരില്ലാത്ത ഒരു സാഹചര്യം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ക്ലാസ് സശ്രദ്ധ വീക്ഷിക്കുക. 2 ക്ലാസ്സേ വരുന്നുള്ളൂ. 9 തൊട്ട് 10:30 വരെ എത്രയോ പേപ്പേഴ്സ് എടുക്കാനുണ്ട്. ഒരു കാര്യം ഉറപ്പ് തരാൻ കഴിയും, ഓൺലൈൻ ക്ലാസ് ഈ കോവിഡ് പശ്ചാത്തലത്തിലാണ്, ഒരു നിർബന്ധിത സാഹചര്യത്തിലാണ് ഡിപ്പാർട്ട്മെന്റിന് ആ ഒരു വഴിക്ക് നീങ്ങേണ്ടി വന്നത്. നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു ക്ലാസ് റൂം അന്തരീക്ഷത്തിന് ഒപ്പമെത്തും ഓൺലൈൻ ക്ലാസ് എന്ന ചിന്ത നമുക്ക് ആർക്കുമില്ല. ഒന്നുമില്ലാത്തതിനേക്കാൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു നിർബന്ധിത സാഹചര്യത്തിൽ അത് വിജയിപ്പിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, 1 മണിക്കൂർ അത് രക്ഷിതാക്കളും കുട്ടികളും പ്ലാൻ ചെയ്ത് ഗൗരവത്തോടു കൂടി തന്നെ ഇരിക്കണം. അത് ലൈവായിട്ട് ക്ലാസ് ലൈവായിട്ട് വിക്ടേഴ്സ് ചാനലിൽ കാണും. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനമാണ് മുന്നോട്ട് പോകുന്നത്, എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട്. അതിന് വേണ്ട തരത്തിലേക്ക് സ്കൂളുകളെ ഭൗതികമായി മികച്ച രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു ചാരിതാർത്ഥ്യത്തിലും ആ ഒരു കോൺഫിഡൻസിലും തന്നെയാണ് ഓൺലൈൻ ക്ലാസ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് 9:30 നിങ്ങൾ എല്ലാവരും കൃത്യമായി ടിവിക്ക് മുമ്പിൽ ഉണ്ടാവും. 1 മണിക്കൂർ, പിന്നെ 1 മണിക്കൂർ തുടർച്ചയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇരിക്കാം. അതല്ല, ക്ലാസ് കേട്ട് 1 മണിക്കൂർ ക്ലാസ് കേട്ട് റിലാക്സ് ചെയ്യാം. വൈകിട്ട് അന്നെടുത്ത ക്ലാസ് ഉണ്ടല്ലോ, രാവിലെ 9:30 മുതൽ 10:30 വരെ കിട്ടിയ ക്ലാസ് ഉണ്ടല്ലോ, അത് 1 മണിക്കൂർ വെച്ച് നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് പഠിക്കുക. ഒരു പഠന ക്രമം നിങ്ങൾക്ക് വേണം. ഞാൻ ഒരിക്കൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ പറയാം, ഒരിക്കൽ കൂടി പറയാം. +1 ക്ലാസ്സിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ വാങ്ങിയിട്ടുള്ളത്. താഴെക്കോട് സ്കൂളിന്റെ മാത്രം പ്രത്യേകത എവിടെയാണെങ്കിലും നിങ്ങൾ കുറച്ച് മെച്ചൂർഡാണ്. നിങ്ങളെയൊക്കെ രക്ഷിതാക്കൾ, ഞാനൊക്കെ ഉള്ളവര് 10ാം ക്ലാസ് കഴിഞ്ഞ് പോയത് പ്രീ ഡിഗ്രിക്ക് കോളേജ് ക്യാമ്പസിലേക്കാണ്. ആ ഒരു പക്വത, ആ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾ കാണിക്കണം. രക്ഷിതാക്കള് ഉമ്മയോ ഉപ്പയോ നിങ്ങളെ തല്ലി മെരുക്കി പിടിച്ച് ഇരുത്തി പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം ദയവ് ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കില്ലേ. നിങ്ങൾ ആ സമയമാവുമ്പോൾ ചാനലിന് മുമ്പിൽ കൃത്യമായിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് അതിന് ഭൗതിക സാഹചര്യങ്ങളിൽ എന്തെങ്കിലും കുറവുകൾ, എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന +1 നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്ന മുഴുവൻ അധ്യാപകരെയും നിങ്ങൾക്ക് നമ്മൾ പരിചയപ്പെടുത്തും. അവരുടെ ഫോൺ നമ്പറുകൾ നിങ്ങൾക്ക് തരും. നമ്മൾ ഇപ്പൊ ഓൾറെഡി സയൻസുകാർക്കും കൊമേഴ്സുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പ് ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയ ഗ്രൂപ്പ് പിരിച്ചുവിട്ട് ബ്രോഡ്കാസ്റ്റ് തുടങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ തുടക്കത്തിൽ നിങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് നിലവിലെ വാട്സപ്പ് ഗ്രൂപ്പ് തുടരും. നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന മുഴുവൻ അധ്യാപകരെയും ആ ഗ്രൂപ്പിലേക്ക് ചേർക്കും. അതിനുശേഷം നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി കഴിഞ്ഞ ക്ലാസുകൾ ഒന്നുകൂടി നിങ്ങൾക്ക് തരികയും ചെയ്യും. എങ്ങനെ? രാവിലെ 9:30 മുതൽ 10:30 വരെ നടക്കുന്ന ക്ലാസ് ഉണ്ടല്ലോ, അത് ലൈവായിട്ട് കേൾക്കണം. അഥവാ പറ്റിയില്ലെങ്കിൽ
നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ നമ്മുടെ ലിങ്ക് വഴി ക്ലാസ് ഒന്നുകൂടി തരാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ, ഒരു സയൻസ് കുട്ടിയാണെങ്കിൽ മാത്തമാറ്റിക്സിന്റെ ഇത്ര ക്ലാസ് ഞാൻ കേട്ടു, ഒരു ഹ്യൂമാനിറ്റീസ് കുട്ടിയാണെങ്കിൽ സോഷ്യോളജിയുടെ ഇത്ര പാർട്ട് ക്ലാസ് ഞാൻ കേട്ടു, ഒരു കൊമേഴ്സ് കുട്ടിയാണെങ്കിൽ ഇക്കണോമിക്സിന്റെ ഇത്ര ക്ലാസ് ഞാൻ കേട്ടു, ഇനി എനിക്ക് കേൾക്കാനുള്ളത് ഇത്രാമത്തെ ക്ലാസ്. വ്യക്തത വേണം, പ്ലാൻ വേണം. എന്തെങ്കിലും കേൾക്കുക, എവിടെയെങ്കിലും ഞെക്കുക എന്നുള്ള ആ ഒരു സമീപനം മാറണം. ഗൗരവത്തോടു കൂടിയ ഒരു സമീപനം അതിന് നിങ്ങൾ എടുക്കണം. ഇനി നിങ്ങൾ ക്ലാസ് കേട്ടു, ക്ലാസ് കേട്ടതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ എടുത്ത ടോപ്പിക്കിൽ ഒരു സംശയം ഉണ്ടാകുന്നത്. ആ സംശയം നിങ്ങൾക്ക് ഓരോ ടീച്ചേഴ്സിന്റെയും പേരും സബ്ജക്റ്റും അവരുടെ ഫോൺ നമ്പറുമാണ് തരാൻ പോകുന്നത്. ആ നമ്പറിൽ വിളിച്ച് ക്ലാരിഫിക്കേഷൻ തേടണം, തേടിയിരിക്കണം. ആ തരത്തിലാണ് ഓൺലൈൻ ക്ലാസ്സുകളെ നിങ്ങൾ കൃത്യമായിട്ട് സമീപിക്കേണ്ടത്. അങ്ങനെ തന്നെ ആ ഗൗരവത്തിലാണ് നിങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടി പറയാം, ഇത് ഒരു കോൺഫിഡൻസിൽ നിന്നുള്ള ഉറപ്പ് തരലാണ്. എപ്പോഴാണോ ഈ കോവിഡിനെ നമ്മൾ അതിജീവിച്ച്, അത് അതിജീവിക്കുക തന്നെ ചെയ്യും, അതിജീവിച്ച് സ്കൂൾ ഓപ്പൺ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് ഓൺലൈനായി നടന്ന ക്ലാസ്സുകളുടെ ഫോളോ അപ്പും ബാക്കിയുള്ള ടോപ്പിക്കുകളും കൃത്യമായി എടുക്കാൻ നമ്മുടെ സ്കൂളിലെ അധ്യാപകർ സജ്ജമാണ്. ഞങ്ങൾ ചേർന്ന സ്റ്റാഫ് മീറ്റിംഗിൽ ജനുവരി തൊട്ട് കൃത്യമായിട്ട് ടോട്ടൽ ടോപ്പിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇയർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഈ വർഷത്തെ ഈ പഠനവുമായി ബന്ധപ്പെട്ട് ഒരാദിയും ആശങ്കയും വേണ്ട. വളരെ കോൺഫിഡൻസോടുകൂടി തന്നെ ആയിരിക്കണം 2-ാം തീയതി നിങ്ങളുടെ പുതിയ അക്കാഡമിക് ഇയറിലേക്ക് നിങ്ങൾ വരേണ്ടത്. ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് നൽകുകയാണ്. എന്തായാലും ഈ പ്രാഥമികമായ കാര്യങ്ങൾ ഇത്രയാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റു കാര്യങ്ങൾ സമയബന്ധിതമായി നിങ്ങളെ അറിയിക്കും. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജ്മെന്റ്, PTA സ്റ്റാഫ് എല്ലാവരുടെയും പേരിൽ നല്ല, വളരെ വാമായ, നന്നായി ഉപയോഗിക്കാൻ കഴിയുന്ന, സന്തോഷകരമായ, ഉപകാരപ്രദമായ ഒരു പുതു അക്കാഡമിക് ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. താങ്ക് യു.